എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. എൻ്റെ കസിൻ ചിപ്പി കോളിഫ്ലവർ വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവളുടെ ഒരു സ്പെഷ്യൽ തോരൻ്റെ റെസിപ്പിയാണ്. അവളെന്ന് പറയുമ്പോൾ ഇപ്പം 40 വയസ്സൊക്കെ ആയിട്ടുണ്ട്. കുഞ്ഞിലേ തൊട്ടേ കുക്കിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കസിനാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം വ്യൂവറായിട്ടുള്ള SR കുറച്ച് ദിവസമായിട്ട് കോളിഫ്ലവറിൻ്റെ റെസിപ്പീസ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടാതെ ഇനിയും നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ടുള്ള റെസിപ്പീസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈസി കോളിഫ്ലവർ തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്താലും അതിന് മുന്നേ ആയിട്ട് ഇത് നല്ലപോലെ കഴുകണം. ഇതിലൊരുപാട് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഇതിൽ പുഴുക്കളൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ഇതുപോലെ ഫ്ലോറൈഡ്സ് ആക്കി കട്ട് ചെയ്യണം. എന്നിട്ട് അതിൽ പുഴുക്കളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ചീത്തയ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം വേണം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്ത് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മുക്കി സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നല്ലപോലെ വെള്ളത്തിൽ ഉലച്ച് കഴുകിയെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ എന്ത് കറി നമ്മൾ കോളിഫ്ലവർ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ പുറകിലുള്ള ആ കട്ടിയുള്ള തണ്ട് പോലത്തെ ഭാഗം മുറിച്ച് മാറ്റി ഫ്ലോറൈഡ്സ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കഴുകി കൊണ്ടുവന്നതിന് ശേഷം നമുക്കിത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. കൈവച്ചിട്ട് നൈഫ് വെച്ചിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ചോപ്പറിലിട്ടാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ വേണം നമ്മൾ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് കൂടാതെ നമുക്കൊരു വലിയ സവോള വേണം. തീരെ ചെറുതായതുകൊണ്ട് ഞാൻ 2 എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് വേണം. 3 വലിയ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. ഇതും നമ്മളെല്ലാം ചെറുതായിട്ട് ഫൈൻലി ചോപ്പ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്ത് നല്ലൊരു മണം വരുന്നിട വരെ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിട വരെ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവത്തിലായിരിക്കും ഇരിക്കുന്നത്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. കോളിഫ്ലവർ തോരൻ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്ത് ഒരു 30 സെക്കൻഡ് നമുക്ക് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തീരെ ഡ്രൈ ആയിട്ടുള്ള കോളിഫ്ലവർ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. മിക്ക സമയത്തും അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ തോരന് നല്ല ടേസ്റ്റ് ഒന്നും തോന്നില്ല. അതോടൊപ്പം തന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തുറന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റെങ്കിലും നമ്മളിത് ഇളക്കി തോർത്തി ആ ഒരു വെള്ളമയമൊക്കെ കളഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളിത് ഉണ്ടാക്കി ഉടനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്ര ടേസ്റ്റ് ഒന്നും തോന്നില്ല. ഒരു 5 മിനിറ്റെങ്കിലും മിനിമം ഇതൊന്ന് ഇരിക്കണം. അതിനുശേഷമാണ് നല്ല ടേസ്റ്റൊക്കെ തോന്നുന്നത്. ചോറിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനായിട്ടുള്ളൊരു കോളിഫ്ലവർ തോരനാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.